Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 14/2/2025 വെള്ളിയാഴ്ച 22,897 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ചാർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 90 പോയിന്റിന്റെ മൈനസിൽ ഗ്യാപ് ഡൗണിൽ 22,809 എന്ന ലെവലിലായിരുന്നു. എന്നാൽ അത് വളരെ പെട്ടെന്നുള്ള ഒരു മൂവ്മെൻറ്റ് ഡൗൺ സൈഡിലോട്ട് തന്ന് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലോയും ബ്രേക്ക് ചെയ്ത് താഴെ വന്നിരുന്നു. എന്നാൽ അത് 1 മിനിറ്റ് 2 മിനിറ്റിൽ തന്നെ സംഭവിച്ച ഒരു മൂവായിരുന്നു. അത് അത്ര ട്രേഡബിൾ ആയിരുന്നിരിക്കില്ല ആർക്കും തന്നെ. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒരു റിവേഴ്സലാണ് കിട്ടിയത്. അത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. ഇത്രയും ഫാൾ സംഭവിച്ചതല്ലേ, ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് പ്രതീക്ഷിച്ച് പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞ പലർക്കും നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പലരുടെയും സ്ക്രീൻഷോട്ടുകൾ ഞാൻ നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ നമുക്കറിയാം ഇത് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് പോരുമ്പോൾ അത് തീർച്ചയായും ഒരു റെസിസ്റ്റൻസ് ആകും. അപ്പോൾ ആ ലെവലിൽ വന്ന് സെല്ലിംഗ് ഡയറക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിൽ കാണിക്കുമ്പോൾ ഈ ഏരിയയിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഒന്നുകിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, അതല്ലെങ്കിൽ ഈ ലെവലിലോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് കണക്കാക്കാൻ, അതല്ലെങ്കിൽ ഈ ലെവലുകൾ, ഇതെല്ലാം റെസിസ്റ്റൻസ് ലെവലുകളായി പ്രവർത്തിക്കുന്നതാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്ത ഏതൊരാൾക്കും നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ ഈ ഏരിയയിൽ പ്രൈസ് ഹോൾഡ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിൽ മാത്രമല്ല 5 മിനിറ്റുകൾ പരിശോധിക്കുമ്പോൾ തന്നെയും ഇവിടുന്ന് ഒരു റിവേഴ്സൽ കിട്ടുന്നത് കണ്ടു. എന്നാൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു. അപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയ ഏതൊരാൾക്കും വീണ്ടും നല്ല ഒരു ട്രേഡ് കൂടി ലഭിച്ചിട്ടുണ്ട്. പിന്നീടും സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുത്തവരുണ്ട്. എന്നാൽ ഈ ഏരിയ പൂർണ്ണമായും കൺസോളിഡേഷൻ്റെ മാർഗത്തിലായിരുന്നു. പിന്നീട് പലരും മെസ്സേജ് അയച്ചിരുന്നു ഉറക്കം വരുന്നു എന്ന്, അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്നില്ല എന്നും. ഈ 2-3 ട്രേഡുകളിൽ തന്നെ സാമാന്യം നല്ല പ്രോഫിറ്റുകൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് പലരും വിരസമായി ഇരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെയെല്ലാം ട്രേഡബിൾ ആയിരുന്നു. അത്രയും കണ്ണിങ് ആയി നിന്നുകൊണ്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവലുകൾ കണ്ടെത്തി അവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്കെല്ലാം ചെറിയ പോയിന്റുകൾക്ക് വീണ്ടും വീണ്ടും പലവട്ടം ട്രേഡ് ചെയ്യാൻ, രണ്ട് സൈഡിലേക്കും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുക. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്ന് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്. ഇന്ന് നിഫ്റ്റി ആകെ നൽകിയ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 250 പോയിൻറ്റിൻ്റേതാണ്. അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ അത് നല്ല സ്വിങ് ആയി കിട്ടിയത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസിനെ കണ്ടെത്തി കൃത്യമായ ലെവലിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ ശ്രമിച്ച ഏതൊരാൾക്കും, ഒരു റിസ്ക് എടുക്കാൻ ശ്രമിച്ച ഏതൊരാൾക്കും പലവട്ടം ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും നല്ല മൂവ്മെൻറ്റ് കിട്ടുകയും നല്ല പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്തപ്പോൾ ചിലർ കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെടുത്താൻ കഴിയാതെ ഇനി ട്രേഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ ഇത്രയും പ്രോഫിറ്റ് കിട്ടിയതല്ലേ, ഒന്ന് റിസ്ക് എടുക്കാൻ വീണ്ടും ചെറിയ പൊസിഷനുകൾ എടുത്തുകൊണ്ട് എന്ന് ചിന്തിച്ച ഏതൊരാൾക്കും പിന്നീടും ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ ലെവലുകളെ, മൂവ്മെൻറ്റുകളെ, പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. 22,919 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ 22,876 എന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 23,158 എന്ന ലെവലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നാൽ ഒരു മൈനർ റെസിസ്റ്റൻസ് കൂടി ഇവിടെയുണ്ട്, 23,102 എന്ന ലെവലാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇവിടെ നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ മൈനർ റെസിസ്റ്റൻസ് തന്നെയാണ് 23,102. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കാലിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അത്തരത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ കാണുന്നവ. അവ 23,211, 235, 266, 301, 344, 372 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിൽ ലഭിക്കാവുന്ന ഏതെങ്കിലും റെസിസ്റ്റൻസ് ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും.
ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 23,833 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി അപ്പോൾ കാണേണ്ടത്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയും ഈ ലെവലുകൾക്ക് ബ്രേക്ക് ചെയ്യുകയും ചെയ്താൽ വീണ്ടും പ്രൈസ് വീക്ക് ആയേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവ നമ്മൾ ഇന്നലെയും രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയായിരുന്നു. എന്നാൽ ഈ ലെവലിൽ വന്ന് ഇവിടെ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. ഈ ഓരോ ലെവലിൽ നിന്നും പെട്ടെന്ന് അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് ലഭിച്ചേക്കാം. അതുകൊണ്ട് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്താൽ തന്നെ പെട്ടെന്ന് പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാനോ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് അതിനെ സേവ് ചെയ്ത് നിർത്താനോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ലെവലുകൾ ഒരുപക്ഷെ താഴോട്ട് നാളെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാമെന്നാണ് കാണുന്നത്. 49,154 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 49,000 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 49,668 ഏറ്റവും ആദ്യം ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായി കാണുന്നത്. എന്നാൽ മൈനർ റെസിസ്റ്റൻസ് ആയി 49,522 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ കൃത്യമായും ഒരു സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അതായത് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം എന്നാണ്. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ മൈനർ റെസിസ്റ്റൻസിന് മുകളിൽ, അതായത് 49,522 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. 49,759, 849, 49,953, 50,050 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് മുകളിൽ റെസിസ്റ്റൻസുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 48,831 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവലിന് താഴോട്ടൊക്കെ വീണ്ടും ക്ലോസിംഗ് ലഭിക്കുക എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അല്പം വീക്ക് ആയേക്കാമെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാം എന്നാണ് കരുതുന്നത്. 75,881 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 75,758 എന്ന ലെവൽ മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 76,615 ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് താഴെയായി 76,405 എന്നൊരു മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ടുന്ന ആദ്യ ടാർഗറ്റ് 76,405 എന്ന മൈനർ റെസിസ്റ്റൻസ് തന്നെയാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അവ 76,615, 702, 889, 77,085, 77,289 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് മുകളിൽ ലഭിക്കാവുന്ന റെസിസ്റ്റൻസുകൾ അഥവാ ടാർഗറ്റുകളായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിന് താഴെ 75,507 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്.
എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഇന്ന് രേഖപ്പെടുത്തിയ ലോ ബ്രേക്ക് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അത്തരത്തിലൊരു ബ്രേക്കിങ്ങും ക്ലോസിങ്ങും ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് വീണ്ടും വീക്ക് ആകാനും ഡൗൺ സൈഡിലേക്ക് സഞ്ചരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. അതിൽ പ്രധാനമായ ഒരു സപ്പോർട്ടായി കാണുന്നത് 74,748 എന്ന ലെവലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാന്. ഞാനിത് പഠനാർത്ഥം മാത്രമാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഒരു കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ ബൈ സെല്ല് റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ഈ ലെവലുകൾ ഞാൻ രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്കും ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കി രേഖപ്പെടുത്തി നോക്കാവുന്നതാണ്. നമ്മുടെ പ്ലാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനും അവയെ ആസ്പദമാക്കി നിങ്ങൾക്കും ട്രേഡ് ചെയ്യാൻ പഠിക്കാൻ ഗുണകരമാകട്ടെ എന്ന് കരുതി മാത്രം പബ്ലിഷ് ചെയ്യുന്നതാണ്. പതിവ് പോലെ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ അർഹനുമല്ല. എന്നാൽ ഇത് കേവലം എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്